ജൂലൈ 23-ാം തീയതി പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത യൂണിയൻ ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ ക്യാപിറ്റൽ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, അതുകൂടാതെ തന്നെ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന ക്യാപിറ്റൽ അസറ്റുകളാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മേജറായിട്ടുള്ള ചേഞ്ചസാണ് നമ്മുടെ ബഡ്ജറ്റിൽ വരുത്തിയിരിക്കുന്നത്. അതിനാൽ സാധാരണ ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന മെയിലുകളിൽ നിന്നും ഫോൺ കോളുകളിൽ നിന്നും അത് വ്യക്തമാണ്. ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ, അതായത് ഫൈനാൻസ് ബില്ലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികൾ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ഇതേപോലെയുള്ള സെക്യൂരിറ്റികളെ ആണ് സാധാരണയായിട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നോൺ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റികളുടെ കാറ്റഗറിയിൽ പെടുന്നത് ലാൻഡ്, ബിൽഡിങ്, ഏതെങ്കിലും തരത്തിലുള്ള കമ്മോഡിറ്റികൾ, ഗോൾഡ്, സിൽവർ, ഇതേപോലെയുള്ള ക്യാപിറ്റൽ അസറ്റുകളാണ് നോൺ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ കാറ്റഗറിയിൽ പെടുന്നത്. ഈ ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോൺ ഫൈനാൻഷ്യൽ അസറ്റുകളെയും അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ അസറ്റുകളെയും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫൈനാൻഷ്യൽ അസറ്റ്സുകൾ, അതായത് ലിസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയർസുകൾ, ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, അതായത് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ് ഒഴികെയുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 കാറ്റഗറിയിൽ പെടുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റികളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഈ പറയുന്ന സെക്യൂരിറ്റികൾ നിങ്ങൾ വാങ്ങി മിനിമം 1 വർഷം കീപ്പ് ചെയ്തിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്യൂരിറ്റികളിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഡ്യൂറേഷൻ ഈ ബഡ്ജറ്റിന് മുന്നേയും 12 മാസം തന്നെയായിരുന്നു. എന്നാൽ മറ്റു ചില സെക്യൂരിറ്റികളുടെ ഹോൾഡിംഗ് പീരീഡിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അൺലിസ്റ്റഡ് ഷെയർസ്, ലാൻഡ്, ബിൽഡിങ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള ലാൻഡ്, അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ്, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ്, അതർ ക്യാപിറ്റൽ അസറ്റ്സ്. ഈ അതർ ക്യാപിറ്റൽ അസറ്റ്സിൽ സാധാരണയായിട്ട് ഗോൾഡ്, സിൽവർ പോലെയുള്ള കമ്മോഡിറ്റികളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന സെക്യൂരിറ്റികളുടെ ഹോൾഡിംഗ് പീരീഡ് മിനിമം 24 മാസം, അതായത് നിങ്ങൾ വാങ്ങിയിട്ട് 24 മാസത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സെക്യൂരിറ്റികളിൽ നിന്ന് ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസും അതർ ക്യാപിറ്റൽ അസറ്റ്, അതായത് ഗോൾഡ്, സിൽവർ പോലെയുള്ള ക്യാപിറ്റൽ അസറ്റുകൾക്ക് ഈ ബഡ്ജറ്റിന് മുന്നേ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 36 മാസമായിരുന്നു. അത് 36 മാസത്തിൽ നിന്ന് 24 മാസമായിട്ട് കുറച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ 9 കാറ്റഗറിയിൽ പെടുന്ന അസറ്റുകൾ, അത് ഫൈനാൻഷ്യൽ അസറ്റുകളുമുണ്ട്, നോൺ ഫൈനാൻഷ്യൽ അസറ്റുകളുമുണ്ട്. ഈ അസറ്റുകൾ നിങ്ങൾ മിനിമം 24 മാസം ഹോൾഡ് ചെയ്തിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ഗെയിന് 12.5% ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ഇതിന് മുന്നേയുള്ള പ്രൊവിഷൻ അനുസരിച്ചിട്ട് ലിസ്റ്റഡ് സെക്യൂരിറ്റികൾ, അതായത് ലിസ്റ്റഡ് കമ്പനി ഷെയർസും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളിൽ നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 10% ടാക്സ് ആണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബഡ്ജറ്റിലെ പ്രൊപ്പോസൽ അനുസരിച്ചിട്ട് 10% പകരം 12.5% ടാക്സ് ഇനി മുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ 9 കാറ്റഗറിയിൽ പെടുന്ന സെക്യൂരിറ്റികൾക്കും 23 ജൂലൈ 2024 മുതൽ നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റികൾ വാങ്ങി ഞാൻ ഈ പറഞ്ഞ പീരീഡിനകം വിറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 12.5% ടാക്സ് കൊടുക്കണം. ഇതിനോടനുബന്ധിച്ച് മറ്റൊരു പ്രൊപ്പോസൽ വന്നിരിക്കുന്നത്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി യൂണിറ്റുകളിലോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകളിലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകളോ മറ്റോ വിറ്റ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുകയാണെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൊടുക്കേണ്ട എന്നായിരുന്നു നമ്മുടെ എക്സിസ്റ്റിംഗ് റൂള്. എന്നാൽ പുതിയ പ്രപ്പോസൽ അനുസരിച്ച് ഈ 1 ലക്ഷം രൂപയുടെ ലിമിറ്റ് 1,25,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1,25,000 രൂപയുടെ ലിമിറ്റ് ലിസ്റ്റഡ് സെക്യൂരിറ്റികൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഈ 1,25,000 രൂപയുടെ ബേസിക് ലിമിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ഷെയർസിനും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾക്കും അതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ
സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുക്കുന്ന സെക്യൂരിറ്റികൾക്ക് മാത്രമാണ് 1,20,000 രൂപയുടെ ബേസിക് ആയിട്ടുള്ള എക്സംഷൻ ലിമിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് പല കാറ്റഗറിയിലുള്ള ക്യാപിറ്റൽ അസറ്റുകൾ നമ്മൾ വിൽക്കുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും അതേപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റി ഷെയർസും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി ഫണ്ടുകളിലുള്ള യൂണിറ്റുകളും വിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ഒരു വർഷത്തിന് മുന്നെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഇപ്പം നിലവിലെ രീതി അനുസരിച്ച് 15% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടത്. എന്നാൽ അത് 20% കൂട്ടിയിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ 2 കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നതെങ്കിൽ നിലവിലുള്ള രീതി അനുസരിച്ചിട്ട് 10%വും പുതിയ പ്രപ്പോസൽ അനുസരിച്ചിട്ട് 12.5% ടാക്സ് നിങ്ങൾ കൊടുക്കണം. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ഈ 2 കാറ്റഗറിയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് 1,20,000 രൂപ വരെ ഉണ്ടാകുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് സ്പെസിഫിക് മ്യൂച്വൽ ഫണ്ട്സ്, ഇതിലുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ ടാക്സിൻ്റെ സ്ലാബ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കണം. ഇതിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ നിലവിലുള്ളത് 10% വിത്ത് ഇൻഡെക്സേഷനാണ്. അത് 12.5% കൂട്ടിയിട്ടുണ്ട്. അൺലിസ്റ്റഡ് ഷെയർസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഷോർട്ട് ടൈം ക്യാപിറ്റലിന്, അതായത് 24 മാസത്തിന് മുന്നെയാണ് നിങ്ങൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കണം. നിലവിലുള്ള നിയമം അനുസരിച്ച് 20% ടാക്സ് വിത്ത് ഇൻഡെക്സേഷനാണ്. പുതിയ നിയമം അനുസരിച്ചിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നിങ്ങൾ 12.5% മാത്രം ടാക്സ് കൊടുത്താൽ മതി. നിങ്ങൾ ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡിൽ നിങ്ങൾ പണം ധരിക്കുന്ന ബിൽഡിങ്ങിനോട് കൂടിയിട്ടാണ് നിങ്ങൾ പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 24 മാസത്തിന് മുന്നെയാണ് വിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ചിട്ട് ടാക്സ് കൊടുക്കണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഇതിന് മുന്നേയുള്ള പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടി 20% ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ചിട്ട് നമ്മൾ 12% ടാക്സ് കൊടുക്കണം. അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തി നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും നിങ്ങൾ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കണം. അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ്, ഈ കാറ്റഗറിയിൽ വരുന്ന സെക്യൂരിറ്റികൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 24 മാസത്തിന് മുന്നെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നിങ്ങൾ 12% മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതർ ക്യാപിറ്റൽ അസറ്റ്സ്, അതിൽ ഗോൾഡ്, സിൽവർ ഇതേപോലെയുള്ള കമ്മോഡിറ്റികൾ വിറ്റ് നിങ്ങൾക്ക് ലാഭം ഉണ്ടായാൽ 24 മാസത്തിന് മുന്നെയാണ് നിങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും, 24 മാസത്തിന് ശേഷമാണെങ്കിൽ അതിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ട് 12% മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റുകൾ, അതായത് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ അസറ്റുകളെ 2 കാറ്റഗറി ആയിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറിയിൽ 12 മാസം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപങ്ങളും അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ മറ്റ് കാറ്റഗറിയിൽ വരുന്ന സെക്യൂരിറ്റികൾക്ക് 24 മാസത്തെ ഹോൾഡിംഗ് പീരീഡുമാണ് പുതിയ മാറ്റം അനുസരിച്ച് വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ക്യാപിറ്റൽ അസറ്റുകൾ, പ്രത്യേകിച്ച് ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ തന്നെയും നമ്മൾ ലോങ് പീരീഡിലേക്ക് ഹോൾഡ് ചെയ്താൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് ലഭിച്ചിരുന്നു. നമ്മുടെ മാർക്കറ്റിൽ കലാകാലങ്ങളിൽ ഇൻഫ്ലേഷനിലുണ്ടാകുന്ന ഇൻക്രീസിന് ബേസ് ചെയ്തിട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിന് വർക്കൗട്ട് ചെയ്ത് സാധാരണഗതിയിൽ നമ്മൾ കുറഞ്ഞ ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് ബെനിഫിഷ്യൽ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടികൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടികളാണെങ്കിൽ പുതിയ ടാക്സിൻ്റെ റൂൾ വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ചെയ്യാത്ത മറ്റൊരു കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെയും മറ്റും ഡെറ്റ് ഫണ്ടുകളിലുള്ള നിക്ഷേപമാണ്. 2023 ബഡ്ജറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെറ്റ് ഫണ്ടുകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവൈലബിൾ അല്ല. 1 ഏപ്രിൽ 2023 ശേഷം വാങ്ങിയിരിക്കുന്ന
മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെറ്റ് സ്കീമുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കണം. അവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല, കൺസെഷണൽ റേറ്റിലുള്ള ടാക്സും അവൈലബിൾ അല്ല. സാധാരണയായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിനെ ഡെറ്റ് ഫണ്ടിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത് ആ ഫണ്ടിൻ്റെ ടോട്ടൽ അസറ്റിൽ 65% കൂടുതൽ ഡെറ്റ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള ചില മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. ഈ ബഡ്ജറ്റിൽ ബേസിക്കായിട്ട് ക്യാപിറ്റൽ അസറ്റുകളെ 2 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് അപ്പാടെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസുകൾ ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. ഇതൊരു ടാക്സ് അഡ്വൈസ് അല്ല, ഇത് ജനറൽ ഒരു ഇൻഫർമേഷനും എഡ്യൂക്കേഷൻ പർപ്പസിനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ സഹായം തേടുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.